രാഷ്ട്രീയത്തിൽ പി വി അൻവറിന് ഒരു മേൽവിലാസവുമില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം AK ബാലൻ 24നോട് വാഗ്ദാനങ്ങൾ നൽകി UDF അൻവറിനെ വഞ്ചിച്ചു. UDF കാട്ടിയ ചതിയാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത്. ദേശീയപാത വികസനം കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നു. ദേശീയപാത പൂർത്തിയാക്കാതിരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് സാമാന്യ ബോധമുള്ള ആരും പറയില്ലെന്നും AK ബാലൻ 24നോട് പറഞ്ഞു. CPM നേതാവ് AK ബാലൻ ഇപ്പോൾ 24 ചേരുകയാണ്. കോൺഗ്രസിന് മുന്നിൽ അൻവർ അങ്ങനെ ഉപാധികൾ വെച്ചിരിക്കുകയാണ്. ആഭ്യന്തരം നൽകണം, അല്ലെങ്കിൽ വനം വകുപ്പ്, എങ്കിൽ UDF ഒരു മുന്നണി പോരാടി ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ അൻവറിന് ഒരു മേൽവിലാസവും ഇല്ല. മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് UDF ആണ്. UDFിലേക്ക് അദ്ദേഹത്തെ ആകർഷിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ നൽകിയിട്ടുള്ള വലിയ വാഗ്ദാനങ്ങളായിരുന്നു. അതിൻ്റെ അകത്ത് വീണിട്ടാണ് ഈ വഞ്ചന നടത്തിയത്. ജയിക്കില്ല എന്ന് വന്നതോടുകൂടി വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് മലപ്പുറം ജില്ലക്കെതിരായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹിന്ദുവിൽ നൽകിയ പരാമർശം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പച്ച നുണയാണ് ഈ പറയുന്നത്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് അതൊന്നും CM പറഞ്ഞിട്ടില്ല. ആര്യാടൻ പറഞ്ഞത് എൻ്റെ മയ്യത്തിൻ്റെ മുകളിൽ കൂടി മാത്രമേ EMSന് മലപ്പുറം ജില്ല പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന. മലപ്പുറം ജില്ലക്കെതിരായി ഈ കേരളത്തിൽ കരിദിനം ആചരിച്ചവരാണ് അവർ. പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ മലപ്പുറം പരാമർശം മുഖ്യമന്ത്രി നടത്തിയതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിയത്. അത് അവരുയർത്തിയത് അത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് ഞാനീ പറയുന്നത്. കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഇടയിൽ ഇടതുപക്ഷത്തിനും CPIMനും വിശിഷ്യ സഖാവ് പിണറായി വിജയനുള്ള സ്വാധീനം ഇല്ലാതാക്കാൻ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ പ്രചരണം, ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണത്തിൻ്റെ അടിസ്ഥാനം. ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇപ്പോൾ വിതരണം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കാലത്തുള്ളൊരു സ്റ്റണ്ടാണ്. മാത്രമല്ല ഈ ദേശീയപാത ആ അഴിമതിയിൽ CBI അന്വേഷണം വേണമെന്നാണ് UDF ആവശ്യപ്പെട്ടത്. ഇതടക്കം ഒരു പ്രചരണ വിഷയമായി ഇതിനെ തന്നെ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ദേശീയപാത കാണുമ്പം തന്നെ ഇവർക്ക് ആകെ വിറളിയാണ്. ആ ദേശീയപാത ഇവിടെ യാഥാർത്ഥ്യമായാൽ ഏതാണ്ട് ഒരു ദുബൈ പോലെയല്ലേ എന്ന്. ഞാൻ ഇടയ്ക്ക് ദുബൈ പോയിരുന്നു. അവിടെയുള്ള റോഡ് കാണുമ്പോൾ നമ്മുടെ ഈ നാഷണൽ ഹൈവേ കാണുമ്പോഴും ഏതാണ്ട് അബുദാബിയിൽ നിന്ന് ദുബൈയിലേക്കും ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്കും വരുന്ന ആ റോഡ് പോലെയാണ്. ഇനി വേറെ ഒരു തുരുപ്പ് ചീട്ടുമില്ല. ഏറ്റവും നല്ലത് മുഖ്യമന്ത്രിൻ്റെ മകളുടെ ഭർത്താവിനെതിരായി ആ കുട്ടിയാണെങ്കിൽ റിയാസ് തിളങ്ങി നിൽക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ. ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം കൈക്കൂലി വിതരണമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് എല്ലാം തന്നെ വ്യക്തമാക്കിയത്. ക്ഷേമ പെൻഷൻ വിതരണം, അതെ, ക്ഷേമ പെൻഷൻ കൈക്കൂലി എന്ന് പറയേണ്ടിയിട്ടുണ്ട്. സാമാന്യ ബോധമുള്ള ഒരാൾ പറയില്ലല്ലോ. കൈക്കൂലി വാങ്ങിയിട്ടാണോ ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്? എന്താകും ഈ തെരഞ്ഞെടുപ്പ് ശേഷം അൻവറിന്റെ രാഷ്ട്രീയ ഭാവി? അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. അൻവർ എന്താ പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ലല്ലോ. പിണറായി സത്യത്തിനെതിരായി ശക്തമായി പറഞ്ഞ രണ്ടു പേർക്ക് ഇപ്പോൾ അതിൽ സ്ഥാനേ ഇല്ലല്ലോ. ഇപ്പോൾ സുധാകരനെ മാറ്റേണ്ട എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ? കോൺഗ്രസിനകത്തെ അഭിപ്രായ വ്യത്യാസം ഇത്തവണത്തെ നിലമ്പൂർ വിധിയിൽ പ്രതിഫലിക്കുമെന്നാണ് CPM നേതാവ് AK ബാലൻ വ്യക്തമാക്കിയിരിക്കുന്നത്. VS രാഹുലിനൊപ്പം നിതിൻ അംബുജൻ, 24.